എല്ലാവരും ചോദിച്ചോളൂ. ഒരു മനുഷ്യനും നല്ല പാട്ട് എഴുതിയാൽ അപ്പം വിളിച്ച് പറയും. അതോടെ നമ്മൾ ആ അസൂയ എന്നുള്ള ലെവലിൽ നമ്മളിന്ന് കുറയും. അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. ആരോടും ഇവിടെ ചോദിച്ചോളൂ. അതൊരു സുഖമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഏത് വയലാർ, ഒരു വയലാറിൻ്റെ മകനുമല്ല അവൻ, പക്ഷെ ചെയ്തതിൻ്റെ സാധനമാണ്. വയലാർ എഴുതും അത് രസമാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, ചാന്ത് കുടഞ്ഞൊരു സൂര്യ, നാദിഷ എഴുതിയതാ. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ച് കിറങ്ങിയ സമയത്ത് എന്ത് രസമെന്നറിയാ. നമ്മളെ ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടേ അല്ല. നമ്മൾ പെട്ടെന്ന് ആ പാട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇപ്പം ആലപ്പി രംഗം മാഷ് ട്യൂൺ വരുമ്പം ഡമ്മി വേർഡ്സ് വേണമെന്ന് ചോദിക്കും. ചിലർ ഡമ്മി വേർഡ്സ് വലിയ പാടാണ്, നമ്മളതിൻ്റെ കര കയറുകയല്ല, അതിൽ കിടക്കും, അതിൽ തന്നെ. അപ്പം അല്ലല്ല, അപ്പം ചിലപ്പോൾ അവ ഡമ്മി വേർഡ്സ് പുള്ളിയിടും. എന്തെന്ന് പറയുക, എല്ലാം ശ്രീലവാക്കാരി. പക്ഷേ അത് ഭയങ്കര അതുകൊണ്ട് പെട്ടെന്ന് മീറ്റർ കിട്ടും. ആ വാക്ക് ആലോചിച്ചാൽ മതി. മീറ്റർ അതല്ലേ, ഇപ്പം മായിൽ തുടങ്ങുന്ന വാക്കാ. കറക്റ്റ്, തലമുടി. അതാണ് വാക്ക്. പിന്നെ നമ്മൾ കേൾക്കണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് തരംതിരിക്കുവാനേ പറ്റൂല, അല്ലേ? അതുകൊണ്ട് ഇതിലെല്ലാം നമ്മൾ, അത് രസമാണ്. ഇപ്പം എനിക്ക് കിട്ടാത്തൊരു അവസരം വേറെ ആൾക്ക് കിട്ടുമ്പോൾ അയാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ അഭിനന്ദിക്കല്ലേ വേണ്ട. ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നു. ഞാൻ പ്രേമിച്ച് വേണ്ടിനെ വേറൊരാൾ കിട്ടുന്ന പോലെ ബാക്കി തന്നെ കിട്ടിയുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. എല്ലാം അത് തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ചിലജാലകവാതിലിന് പറഞ്ഞ പോലെ എനിക്ക് നീലത്താമരയിലെ അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പകലൊന്നും മഞ്ഞ വീഥിയിലെ കുഞ്ഞുതാമര.